പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. പുറകിലുള്ള ബിൽഡിംഗ് കണ്ടോ? ഇതെന്താണ് എന്ന് ചിന്തിക്കുകയാണോ? നമ്മുടെ ദൈവത്തിന്റെ ഭവനത്തിൽ ഹെവൻലി വർഷിപ്പ് സെന്റർ, പറുദീസ ആരാധന കേന്ദ്രം. ഇവിടെയെന്നും 24 മണിക്കൂറും ആരാധനയുണ്ടാകും. പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ വരുന്ന ജനങ്ങൾ അപ്പോൾ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഒരു ഹെവൻലി വർഷിപ്പ്. സ്വർഗത്തിൽ ദൈവദൂതന്മാർ യഹോവയെ ആരാധിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഒരു ആരാധന നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടി തന്നതുകൊണ്ട് ആ വാക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് ഇത്. പല മാസങ്ങളായി ഇത് നടക്കുന്നുണ്ട്. ഇടവിടാതെ രാവും പകലും യഹോവയെ ആരാധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഇവിടെ എപ്പോഴും ദൈവസാന്നിധ്യം നിലനിൽക്കുന്നതും യഹോവയുടെ സംരക്ഷണമുള്ളതും അറിയാൻ സാധിക്കും. ശരി, ഇന്ന് മാസത്തിന്റെ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുന്നു. ഈ മാസത്തിന്റെ അവസാന ദിവസം ഇപ്പോൾ 1-ാം തീയതി വന്നതുപോലെയുണ്ട്. അവസാന ദിവസം എത്തിയല്ലേ? ദിവസങ്ങൾ വേഗത്തിൽ പോകുന്നു. അപ്പോൾ യേശുവിന്റെ വരവിനോടടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ? മീഖ 2-ാം അധ്യായം 13-ാം വാക്യം. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പോകുന്നു. തടസ്സങ്ങളെ തകർക്കുന്നവൻ. ദൈവത്തിന് പല പേരുകളുണ്ട്. അതിൽ ഒരു പേര് വിഘ്നങ്ങളെ തകർക്കുന്നവനെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം, ബിസിനസ്സിൽ തടസ്സം, പഠിപ്പില് തടസ്സം, ജോലിയില് തടസ്സം, വീട് കെട്ടുന്നതിൽ തടസ്സം, വിവാഹകാര്യത്തിൽ തടസ്സം, ഗർഭമെന്ന അനുഗ്രഹത്തെ നേടുന്നതില് തടസ്സം, ഒരു സ്ഥലം വാങ്ങുന്നതിൽ തടസ്സം. തടസ്സം 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 എല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും നടക്കുന്നില്ല എന്ന് വിഷമിക്കുകയാണോ? തടസ്സങ്ങളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ തടസ്സങ്ങളെ നീക്കി ഭംഗിയായി വഴി നടത്തും. ഇസ്രായേൽ ജനങ്ങളെ ദൈവം മിസ്രയീമിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നില്ലേ? കനാൻ ദേശത്തിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. ആദ്യത്തെ തടസ്സം ചെങ്കടലാണ്. വലിയ തടസ്സം. അതെങ്ങനെ കടന്നു പോകും? തടസ്സങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവം മുന്നിൽ നടന്നു ചെന്ന് വഴിയുണ്ടാക്കുന്നു. കടൽ 2ആയി പിളർന്ന് വഴിയുണ്ടാക്കുന്നു. വഴിയൊന്നുമില്ലാത്ത മരുഭൂമി. വഴി കാണില്ല, മരുഭൂമി. മുഴുവനും പാമ്പുകളും തേളുകളുമുള്ള സ്ഥലം. അതിലൂടെ ദൈവം വഴിയുണ്ടാക്കി തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നു. യോർദാൻ നദി തടസ്സമുണ്ടാക്കുന്നു. ആ യോർദാൻ നദിയെ പിളർന്ന് തടസ്സത്തെ മാറ്റി വഴിയുണ്ടാക്കുന്നു. യെരീഹോ എന്ന പട്ടണത്തിൽ ഒരു വലിയ മതിൽ. ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുവാൻ മതിൽ തടസ്സമായിരിക്കുന്നുവല്ലോ. ദൈവം അതിനെ തകർത്ത് തടസ്സങ്ങൾ മാറ്റി. തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം നിങ്ങൾക്കും തടസ്സം മാറ്റിത്തരും. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് തടസ്സമെന്ന് പറയൂ. പ്രത്യേകിച്ച് പറയൂ, ഈ കാര്യത്തിൽ എനിക്ക് തടസ്സം ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ന് തന്നെ ആ തടസ്സം മാറാൻ പോകുന്നു. ഈ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കണം. എന്റെ ജീവിതത്തിലെ ഈ തടസ്സം മാറ്റാനായി കർത്താവായ യേശു എന്റെ മുന്നിൽ ചെല്ലുന്നു. യേശു മുൻപേ ചെന്ന് എല്ലാ തടസ്സങ്ങളെയും മാറ്റും. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ. ഇന്ന് തന്നെ ഒരു മാറ്റം ആരംഭിക്കും. ഇന്ന് തന്നെ ഒരു അത്ഭുതത്തെ നിങ്ങൾ കാണും. ഇന്നൊരത്ഭുതത്തെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം കാണാനിടയാക്കിയതിന് സ്തോത്രം. അങ്ങ് തന്ന വാഗ്ദത്തത്തിന് സ്തോത്രം. അങ്ങ് തടസ്സങ്ങളെ തകർക്കുന്ന ദൈവമാണ്. ഈ മകന്റെയും ഈ മകളുടെയും ജീവിതത്തിൽ കാണുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഇന്ന് തന്നെ വഴി തുറക്കുമാറാകട്ടെ. ഇന്ന് തന്നെ ഒരു വഴി ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് തന്നെ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നടക്കുമാറാകട്ടെ. ഇന്നീ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.